ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ഒരു പ്രധാനപ്പെട്ട തിയറത്തെ കുറിച്ചാണ്. തിയറത്തിന്റെ പേര് കാൻഡേഴ്സ് തിയറം. ആദ്യം തന്നെ കാൻഡേഴ്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് എക്സ് എന്ന് പറഞ്ഞ ഒരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്നും പി ഓഫ് എക്സിലേക്ക് നമുക്കൊരു ഓൺ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് there does not exist an on to function from a set x to its power set p of x. അപ്പം ഈ ഒരു തിയറാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ് ആദ്യം നമ്മൾ എക്സ് എന്താണ്, പി ഓഫ് എക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ലെറ്റ് എക്സ് ബി എ നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് പി ഓഫ് എക്സ് ബി ഇറ്റ്സ് പവർ സെറ്റ്. എക്സ് ഏതോ ഒരു നോൺ എംപ്റ്റി സെറ്റ്, പി ഓഫ് എക്സ് അതിന്റെ പവർ സെറ്റ്. നമ്മൾ ഈ ഒരു തിയറം പ്രൂവ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴിയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് there does not exist an on to function എന്നാണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യും there exists an on to function. എന്നിട്ട് ആ ഒരു അസംഷൻ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷനിലെത്തും. അങ്ങനെ കോൺട്രഡിക്ഷനിൽ എത്തിയാൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ അസംഷൻ റോങ് ആണ്, അതുകൊണ്ട് there does not exist an on to function. ആ രീതിക്കാണ് നമ്മളെ പ്രൂഫ് മുന്നോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് assuming that there exists an onto function. There exists an onto function f from x to p of x. അതായത് എക്സിൽ നിന്നും പി ഓഫ് എക്സിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട് എന്ന് ഞാൻ അസ്യൂം ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇല്ല എന്നാണ്. അപ്പൊ ഞാൻ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തു. ഈ ഒരു അസംഷൻ വെച്ച് ഞാൻ മുന്നോട്ട് പോകും, ഒരു കോൺട്രഡിക്ഷനിലെത്തും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എക്സും പി ഓഫ് എക്സിന്റെയും ആ ഒരു എയറോ ഡയഗ്രാം നോക്കി നോക്കാം. ഇതാണ് നമ്മൾ എക്സില് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. പി ഓഫ് എക്സ് എന്താന്ന് പറയണം, എക്സിന്റെ പവർ സെറ്റ്. എക്സിന്റെ പവർ സെറ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാല് എക്സിന്റെ സബ്സെറ്റുകളായിരിക്കും. അതായത് ഒരു സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിന്റെ സബ്സെറ്റുകളെല്ലാം ചേർത്ത് പുതിയൊരു സെറ്റ് ആക്കുന്നതാണ് പവർ സെറ്റ് എന്ന്. അപ്പം ഈ പി ഓഫ് എക്സിലുള്ള എലമെന്റ്സ് എക്സിന്റെ സബ്സെറ്റുകളായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിനെ ജസ്റ്റ് റൗണ്ട് ചെയ്ത്, ഈ ഓരോ റൗണ്ട് ആണ് പി ഓഫ് എക്സത്തെ എലമെന്റ്സ്. ഈ ഓരോ എലമെന്റും എന്തായിരിക്കും, എക്സിന്റെ സബ്സെറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിലും മെമ്പേഴ്സ് ഉണ്ടാവും. ചെറിയ ഡോട്ട് വെച്ചതാണ് നമ്മളെ മെമ്പേഴ്സ്. ഓക്കെ, ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ആണ് ഞാൻ ഓൺ ടു ആണ് അസ്യൂം ചെയ്തത്. assuming that there exists an on to function from x to p of x. okay, x p of x, xൽ നിന്നും p of x ലേക്കുള്ള on to ആയുള്ള ഫംഗ്ഷൻ. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. കൺസ്ട്രക്ടിങ് എ എന്ന് പറഞ്ഞ സെറ്റാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റ് ആണ് കേട്ടോ എ. അങ്ങനെ സബ്സെറ്റ് ആയിട്ടാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. ഇപ്പൊ തന്നെ കിട്ടി, ക്യാപിറ്റൽ എക്സിന്റെ സബ്സെറ്റ് ആണ് എ എന്ന് പറഞ്ഞാല്. എക്സത്തെ എലമെന്റ്സ് ആണ് സച്ച് ദാറ്റ്, ഏതെങ്കിലും എലമെന്റ്സ് ആയാൽ പോരാ, എലമെന്റ്സിന് പ്രത്യേകത കൊടുക്കണം. എക്സ് അതിന്റെ ഇമേജിൽ ഉണ്ടായിരിക്കരുത്. ഈ രീതിക്കാണ് കൺസ്ട്രക്ഷൻ. അതായത് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. അതായത് എക്സത്തെ എലമെന്റ്സ് ആയിരിക്കും ക്യാപിറ്റൽ എയിൽ ഉണ്ടാവുക. അതിന്റെ പ്രത്യേകത ആ ഓരോ എലമെന്റും അതിന്റെ ഇമേജിൽ ഉണ്ടാവരുത്. ഓക്കെ, നമുക്ക് ഈ ഒരു ആരോ ഡയഗ്രാം വെച്ച് നോക്കി നോക്കാം. നമുക്ക് ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു എലമെന്റിന് എന്തായാലും ഒരു മാപ്പിംഗ് ഉണ്ടാവും. ഇതാണ് ആ മാപ്പിംഗ് ഞാൻ എടുത്തത്. ഈ ഒരു എലമെന്റ് എയിൽ ഉണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. എങ്ങനെ നോക്കാന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ ഇപ്പോ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ റൗണ്ട് ആണ് എഫ് ഓഫ് എക്സ്. ഇത് എക്സ്, അതിന്റെ ഇമേജ് ആണ് എഫ് ഓഫ് എക്സ്. ഈ ഒരു എലമെന്റ് ഈ റൗണ്ടിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എലമെന്റ് എയിൽ ഇല്ല എന്ന് പറയാൻ പറ്റും. ഈ എലമെന്റ് ഈ റൗണ്ടിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എലമെന്റ് എന്റെ ഉള്ളിൽ ഉണ്ട്. ആ രീതിക്കാണ് എ ഡിഫൈൻ ചെയ്തത്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് ആ എക്സിന്റെ പ്രത്യേകത എക്സ് അതിന്റെ ഇമേജിൽ ഉണ്ടായിരിക്കരുത്. അതായത് ഈ ഒരു പോയിന്റ്
ഈ റൗണ്ടിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ പോയിന്റ് എവിടെ ഉണ്ട്, ഈ സെറ്റിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞത് നമ്മൾ എക്സ് എന്ന് കുറച്ച് എലമെന്റ്സിനെ എടുത്തുണ്ടാക്കുന്ന ഒരു സെറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ എന്തായാലും നമ്മളെ എക്സിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, എക്സിന്റെ സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ നമ്മളെ പി ഓഫ് എക്സ് ഒരു മെമ്പർ ആയിരിക്കും. പി ഓഫ് എക്സിൽ പി ഓഫ് എക്സിൽ എക്സിന്റെ സബ്സെറ്റുകളാണ് ഉണ്ടാവുക. എ എക്സിന്റെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് നമ്മളെ എ എവിടുത്തെ മെമ്പർ ആയിരിക്കും, പി ഓഫ് എക്സ് ഒരു എലമെന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഓൺ ടുന്റെ ഡെഫിനിഷൻ നോക്കാൻ പോവാണ്. എക്സിൽ നിന്നും പി ഓഫ് എക്സിലേക്കുള്ള നമ്മളെ ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ടുവിന്റെ ഡെഫിനിഷൻ പ്രകാരം ഈ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ഓൺ ടു ആയതുകൊണ്ട് നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഈ പി ഓഫ് എക്സ് ഒരു മെമ്പർ ആണ് എ. അപ്പൊ പി ഓഫ് എക്സിനുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ എക്കും പ്രീ ഇമേജ് ഉണ്ടാവും. അതാണ് ഞാൻ അടുത്തത് എഴുതാൻ പോകുന്നത്. there exist since f is on to there exist, ഞാൻ സ്മോൾ a എടുക്കാണ്, സ്മോൾ a belongs to x such that f of a equal to capital A. ക്യാപിറ്റൽ A ന്റെ പ്രീ ഇമേജ് ആയിട്ട് ഞാൻ സ്മോൾ a എടുത്ത്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വെച്ചാണ് നമ്മൾ പ്രൂഫ് മുന്നോട്ട് പോകുന്നത്. a belongs to x. ഇപ്പൊ നമ്മളെ കയ്യില് ഒരു എക്സ് ഉണ്ട്, എക്സിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള എയും ഉണ്ട്. നമ്മൾ പറഞ്ഞ എ എക്സിന്റെ സബ്സെറ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ ബിലോങ്സ് ടു എക്സ്, എ എക്സ് ഒരു മെമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് ചാൻസ് ഉണ്ട്. ഒരു എലമെന്റ് എക്സിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ചാൻസ്. ഒന്ന് ആ എലമെന്റ് ക്യാപിറ്റൽ എന്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്റെ പുറത്തായിരിക്കും. രണ്ട് ചാൻസ് ആണുള്ളത്. എക്സ് ഒരു എലമെന്റിന് രണ്ട് ചാൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ അത് എന്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ എന്റെ പുറത്തായിരിക്കും. അതായത് ഒന്നെങ്കിൽ ബിലോങ്സ് ടു എ ആയിരിക്കും, അല്ലെങ്കിൽ ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആയിരിക്കും. ഹിയർ എ ബിലോങ്സ് ടു എക്സ്. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എ ബിലോങ്സ് ടു എക്സ്, ദാറ്റ് ഇംപ്ലൈ രണ്ട് ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ എ ഈ ക്യാപിറ്റൽ എന്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ എ ക്യാപിറ്റൽ എന്റെ പുറത്തായിരിക്കും. എ ബിലോങ്സ് ടു എ, എ ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഈ ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ മുന്നോട്ട് പോകും, കോൺട്രഡിക്ഷനിലെത്തും. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകും, കോൺട്രഡിക്ഷനിലെത്തും. എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്നാണ് പറഞ്ഞത്. അപ്പം ആരാണ് നമ്മളെ ക്യാപിറ്റൽ എ നോക്കണം. ക്യാപിറ്റൽ എൽത്തെ എലമെന്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിലത്തെ എലമെന്റ്സ് അതിന്റെ ഇമേജിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എ എവിടെ ഉണ്ടാവില്ല, എന്റെ ഇമേജിൽ ഉണ്ടാവില്ല. ഈ എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഞാൻ അങ്ങനെ തന്നെ. ആരാണ് എഫ് ഓഫ് എ നോക്കാം. ഇവിടെ നമ്മൾ എഫ് ഓഫ് എ എഴുതി വെച്ചിട്ടുണ്ടാവും. എഫ് ഓഫ് എ ഈക്വൽ ടു ക്യാപിറ്റൽ എ. അവിടെ ഞാൻ എഫ് ഓഫ് എക്ക് പകരം ക്യാപിറ്റൽ എ കൊടുക്കാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എ ബിലോങ്സ് ടു എ, എത്തി നിൽക്കുന്നത് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ആയി. ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് മുന്നോട്ട് പോയേക്കാം. എ ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, അതായത് എ എന്ന് പറഞ്ഞ എലമെന്റ് ക്യാപിറ്റൽ എന്റെ ഉള്ളിൽ ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? എ എവിടെ ഉണ്ടാവും? എന്റെ ഇമേജിൽ ബിലോങ് ചെയ്യും, ക്യാപിറ്റൽ എന്റെ ഡെഫിനിഷൻ പ്രകാരം. ഓക്കെ, സോ എ ബിലോങ്സ് ടു ആരാണ്? എഫ് ഓഫ് എ, ക്യാപിറ്റൽ ലെറ്റർ. അപ്പം എ ഡസ് നോട്ട് ബിലോങ്സ് ടു എ സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തിച്ച് എ ബിലോങ്സ് ടു എ. ഇത് രണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം നമ്മളെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. therefore our assumption is wrong. നമ്മൾ അസംഷൻ തെറ്റാണ്. അതായത് നമ്മൾ അസ്യൂം ചെയ്തത് അങ്ങനെ ഒരു ഓൺ ടു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇപ്പൊ ഒരു അസംഷൻ തെറ്റാന്ന് കിട്ടി. അപ്പൊ തന്നെ പറയാൻ പറ്റും there does not exist an onto function from x to its power set p of x. എക്സിൽ നിന്നും പി ഓഫ് എക്സിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓൺ ടു ഫംഗ്ഷൻ ഇല്ല. അപ്പൊ ഇതാണ് കാൻഡേഴ്സ് തിയറത്തിന്റെ പ്രൂഫ്. കാൻഡേഴ്സ് തിയറം തന്നെ വേറെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തരും. അപ്പം ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. എ എന്ന് ബിയിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ എഫ് ഉണ്ട്.
എന്ന് ബിയിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാർഡിനാലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി. ഇതാണ് കണ്ടീഷൻ. എന്റെ കാർഡിനാലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ആയിരിക്കും ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് എ ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് ബി ആയിരിക്കും ഓൺ ടു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ. ഇപ്പൊ നമുക്ക് കിട്ടി എക്സിൽ നിന്നും പി ഓഫ് എക്സിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഇല്ലാന്ന് കിട്ടി. അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും കാർഡിനാലിറ്റി ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് എക്സ്. ഇതാണ് കാൻഡേഴ്സ് തിയറത്തിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങളോട് ഇങ്ങനെയാണ് പ്രൂഫ് ചോദിക്കുന്നതെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് എക്സ് ആണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എക്സിൽ നിന്നും പി ഓഫ് എക്സിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് വേണം ഈ കണ്ടീഷൻ എഴുതാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയാണ് കാൻഡേഴ്സ് തിയറം പ്രൂവ് ചെയ്യുന്നത്. താങ്ക് യു.